ഫാസ്റ്റ് ഓൺ റിപ്പോർട്ട്. തിരുവനന്തപുരം നിയമസഭാ സീറ്റ് ഘടകകക്ഷിയായ CMPക്ക് വിട്ടു നൽകുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ പരസ്യമായ പൊട്ടിത്തെറി. സീറ്റ് കൈമാറ്റം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച പ്രവർത്തകർ KPCC DCC ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ചുവരെഴുത്തും പ്രചരണവും തുടങ്ങാൻ തീരുമാനം. VS ശിവകുമാർ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്ത യോഗത്തിലാണ് ഹൈക്കമാൻഡ് തീരുമാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ നീക്കം. വിവരങ്ങളുമായി റോഷിപാലുണ്ട് തത്സമയം. റോഷി, തിരുവനന്തപുരത്ത് സെൻട്രൽ സീറ്റിൽ CMPയെ നിർത്തേണ്ടതില്ല എന്ന തീരുമാനമാണോ ഇപ്പോൾ ശിവകുമാർ അടക്കമുള്ള നേതാക്കൾക്കുള്ളത്? വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. VD സതീശനടക്കം തീരുമാനിച്ചത് CP ജോണിന് CMPക്ക് സീറ്റ് വിട്ടുകൊടുക്കാമെന്നുള്ളതാണ്. ഹൈക്കമാൻഡ് തീരുമാനത്തെ വെല്ലുവിളിക്കുകയാണോ നേതാക്കൾ? എന്താണ് സംഭവിക്കുന്നത് തിരുവനന്തപുരത്ത്? അരുൺകുമാർ, തിരുവനന്തപുരം മണ്ഡലം വിട്ടു നൽകില്ലെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ. മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ ഇന്ന് യോഗം ചേർന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ കൈപ്പത്തി വരച്ച പ്രചാരണം തുടങ്ങാനുള്ള തീരുമാനമാണ് എടുത്തത്. ഒരു കാരണവശാലും CMPക്ക് സീറ്റ് കൈമാറാൻ അനുവദിക്കില്ല. കാരണം CMP മത്സരിച്ചാൽ BJP ജയിക്കുമെന്ന മുന്നറിയിപ്പാണ് കോൺഗ്രസ് നേതാക്കൾ. അത് AICCക്കും ഒപ്പം KPC അധ്യക്ഷനടക്കം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. 12 മണ്ഡലം പ്രസിഡന്റുമാരും ഒപ്പം 2 ബ്ലോക്ക് അധ്യക്ഷന്മാരടക്കം KPCC ഭാരവാഹികൾ മുഴുവൻ തിരുവനന്തപുരം മണ്ഡലത്തിലെ എല്ലാ നേതാക്കളും ഇന്ന് അല്പസമയം മുമ്പാണ് യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. മണ്ഡലത്തിൽ പ്രാഥമികമായ പ്രചാരണം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിൽ ഉടനീളം ചുവരെഴുത്തുകൾ തുടങ്ങും. അത് കൈപ്പത്തി വരച്ചുള്ള ചുവരെഴുത്തായിരിക്കും. സ്ഥാനാർത്ഥിയുടെ പേര് മാത്രം ഒഴിച്ചിട്ട ചുവരെഴുത്ത് തുടങ്ങാനുള്ള നിർണായക തീരുമാനമെടുത്തിരിക്കുന്നു. T. ശരത്ചന്ദ്ര പ്രസാദ്, ഒപ്പം മണക്കാട് സുരേഷ്, VS ശിവകുമാർ അടക്കമുള്ള KPCCയുടെ നേതാക്കൾ, നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷ്മി അടക്കമുള്ള KPCC ഭാരവാഹികളും DCC ഭാരവാഹികളും പങ്കെടുത്ത യോഗത്തിലാണ് നിർണായക തീരുമാനം. ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് CP ജോണിന് സീറ്റ് നൽകണം, CMPക്ക് സീറ്റ് കൈമാറണമെന്ന കടുത്ത നിലപാടെടുത്ത് നിൽക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ സ്വീകരിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലാകുന്ന സാഹചര്യമാണ്. ഇക്കാര്യത്തിൽ നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടത്താനിരിക്കെയാണ് ഇന്ന് തന്നെ യോഗം ചേർന്നുകൊണ്ട് നിർണായക തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത്. അരുൺകുമാർ.